സങ്കീർത്തന പുസ്തകം ആത്മാവിന്റെ യാത്രയ്ക്കുള്ള ഒരു സാക്ഷ്യപത്രമാണ്. ഹൃദയത്തിലെ ആഴമേറിയ ആഗ്രഹങ്ങളുടെ ഒരു പുണ്യഗീതമാണ്. അത് നമ്മോട് ആത്മാവിന്റെ വിജനപ്രദേശങ്ങളെയും അതിലെ പച്ചപ്പുള്ള പുൽമേടുകളെയും കുറിച്ച് സംസാരിക്കുന്നു. അത് നമ്മോട് പറയുന്നു, നിങ്ങൾ പ്രകാശത്തിൻ്റെയും നിഴലിൻ്റെയും ഒരു പാത്രമാണ്. ഈ വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സ്തുതിയുടെയും നിരാശയുടെയും വികാരങ്ങൾ ഒരു പ്രവാഹമായി ഒഴുക്കിവിടുന്നു. അവ നമ്മുടെ സ്വന്തം ആത്മാവിനുള്ള ഒരു കണ്ണാടിയാണ്. രാത്രിയിൽ കരയുന്നതും സ്വർഗത്തിന്റെ നിശബ്ദതയെ ചോദ്യം ചെയ്യുന്നതും നിങ്ങളുടെ ആത്മാവിന്റെ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുന്നതും ഒരു പാപമല്ലെന്ന് അത് കാണിച്ചു തരുന്നു. ആ സത്യസന്ധമായ വിലാപത്തിൽ ഒരു വിചിത്രമായ അടുപ്പം ജനിക്കുന്നു. നിങ്ങളുടെ ആഴമേറിയ കലഹത്തിൽ പോലും നിങ്ങൾ കാണപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്നു. പ്രപഞ്ചം ദിവ്യസംഗീതത്തിൻ്റെ ഒരു സിംഫണിയാണ്. സങ്കീർത്തനങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുന്ന ആകാശങ്ങളെയും അവൻ്റെ കരവേലയെ കാണിക്കുന്ന ആകാശവിരിവിനെയും കുറിച്ച് പാടുന്നു. ഓരോ പ്രഭാതവും ഉദിക്കുന്ന സൂര്യനും രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രങ്ങളും വെറും പ്രതിഭാസങ്ങളല്ല, മറിച്ച് ഒരു പുണ്യവാക്യമാണ്. അത്ഭുതത്തിലേക്കും ഭയഭക്തിയിലേക്കും നമ്മെ വിളിക്കുന്ന നിശബ്ദവും എന്നാൽ അഗാധവുമായ ഒരു ഗാനമാണെന്ന് അവ മന്ത്രിക്കുന്നു. ഈ മഹത്തായ രചനയുടെ ഒരു ഭാഗം നമ്മളാണെന്നും നമ്മുടെ ജീവിതങ്ങൾ അതിലെ എല്ലാ സൗഹാർദ്ദത്തിൻ്റെയും പൊരുത്തക്കേടിൻ്റെയും സ്വരങ്ങളോടെ ഒരു സ്തുതിഗീതമായിരിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ ശക്തി ഒരു വിനീതവും വിശ്വസ്തവുമായ ഹൃദയത്തിലാണ് കാണപ്പെടുന്നത്. അഹങ്കാരികളും ദുഷ്ടരും ഒരു കാലത്തേക്ക് ഒരു കള പോലെ തഴച്ചു വളർന്നേക്കാം. പക്ഷേ അവരുടെ വേരുകൾ ആഴമില്ലാത്തതാണെന്ന് സങ്കീർത്തനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവർ അവരുടെ ഇലകൾ വാടിപ്പോകാത്ത നീരുറവകളുടെ അടുത്തുള്ള ഒരു വൃക്ഷം പോലെ നടപ്പെട്ടവരാണ്. കാരണം അവരുടെ വിശ്വാസം ഈ ലോകത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന മണലിലല്ല, മറിച്ച് നിത്യനായ ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിലാണ്. ദൈവത്തിൽ അഭയം തേടുന്നത് ബലഹീനതയുടെ ഒരു പ്രവൃത്തിയല്ല, മറിച്ച് ഒരു അഗാധവും അചഞ്ചലവുമായ ധൈര്യമാണെന്ന് അവ നമ്മെ കാണിച്ചു തരുന്നു. സമാധാനത്തിലേക്കുള്ള വഴി പശ്ചാത്താപത്തിൻ്റെയും പുതുക്കലിൻ്റെയും ഒരു യാത്രയാണ്. സങ്കീർത്തനങ്ങൾ പാപത്തിനും തെറ്റിനുമുള്ള മനുഷ്യന്റെ കഴിവിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. അവ കുമ്പസാരത്തിനുള്ള ഒരു ഭാഷ, ഒരു ശുദ്ധമായ ഹൃദയത്തിനായുള്ള ഒരു നിലവിളി, ഒരു പുതിയതും ശരിയായതുമായ ആത്മാവിനായുള്ള ഒരു അപേക്ഷ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും മഞ്ഞിനെ പോലെ വെളുത്തതാക്കാൻ കഴിയുമെന്ന് അവ വാഗ്ദാനം ചെയ്യുന്നു. പശ്ചാത്തപിക്കുന്ന ഹൃദയത്തിലെ കണ്ണുനീർ ആത്മാവിനെ പോഷിപ്പിക്കുന്ന ഒരു നീരുറവയാണെന്നും അതിനെ സൃഷ്ടാവിൻ്റെ കൃപയിലെ അതിൻ്റെ ആദ്യ ഭവനത്തിലേക്ക് തിരികെ നയിക്കുമെന്നും അവ പറയുന്നു. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം പുരാതന പ്രാർത്ഥനകളുടെ ഒരു പുസ്തകത്തിൽ കവിഞ്ഞതാണ്. അത് മനുഷ്യാനുഭവത്തിൻ്റെ ഒരു കാലാതീതമായ നീരുറവയാണ്. അത് മരണമുള്ളവനും അനന്തതയും തമ്മിലുള്ള സംഭാഷണമാണ്. നമ്മുടെ മുഴുവൻ സ്വത്വത്തെയും നമ്മുടെ സ്തുതിയും വേദനയും നമ്മുടെ സംശയവും വിശ്വാസവും പുണ്യത്തിൻ്റെ പടിവാതിലിലേക്ക് കൊണ്ടുവരുവാൻ നമ്മെ ക്ഷണിക്കുന്ന ഒരു സംഭാഷണമാണ്. അവിടെ
സൃഷ്ടിയുടെ മഹത്തായ ഗായക സംഘത്തിൽ നമ്മുടെ സ്വന്തം ശബ്ദം കണ്ടെത്താൻ കഴിയും.